ഹേ ഗായ്സ് പെട്ടെന്നുണ്ടാക്കിയ പ്ലാൻ ആട്ടോ ഉമ്മാരെ വീട്ടിൽ പോകാൻ സർപ്രൈസ് കൊടുക്കാതെ പോകാച്ചിട്ട് ഞാൻ നിന്നത്. അപ്പോൾ എൻ്റെ അമ്മ അങ്ങോട്ട് വിളിച്ചു വന്നപ്പോൾ ഞാൻ വരേണ്ടത്. എന്നിട്ടോ മേമാക്ക് സർപ്രൈസ് കൊടുക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ ഇമ്മമ്മ മേമാക്ക് വിളിച്ചത് തന്നെ ഞാൻ അങ്ങോട്ട് വരേണ്ടതെന്ന്. അങ്ങനെ മൊത്തത്തിൽ എൻ്റെ പ്ലാൻ മുഞ്ചി. അങ്ങനെ വെട്ടിച്ചേർത്താൻ നേരത്തെ എൻ്റെ കസിൻ വിളിക്കും അവിടെ എത്തിയെന്ന്. അപ്പോൾ ഒക്കെ മനസ്സിലായി ഓനിക്കും സർപ്രൈസ് കൊടുക്കാൻ പറ്റൂല. അവൻ നേരെ എന്നെ കൂട്ടി കോട്ടക്കലേക്ക് പോയിട്ടോ. കോട്ടക്കൽ എന്താ അവൻ്റെ അനിയൻ്റെ സൈക്കിൾ നേരാക്കണം എന്നൊക്കെ പറഞ്ഞത്. അതപ്പോൾ നിങ്ങളെൻ്റെ വണ്ടിയുടെ ബാക്കിൽ കാണട്ടോ. അങ്ങനെ അവിടെ എത്തി സൈക്കിളും കാണിച്ചു കൊടുത്തു. അവർ പറഞ്ഞു 1 മണിക്കൂർ പിടിക്കുമെന്ന് പറഞ്ഞ് നേരെ നെസ്റ്റോക്ക് വിട്ടു. നെസ്റ്റോക്ക് എത്തി അവിടെയുള്ള മൊത്തം കറങ്ങി. എന്നിട്ട് അവിടെ കുറച്ച് പാവക്കുട്ടികളെ കളിയൊക്കെ കണ്ടിരിക്കാൻ ഇതൊക്കെ കണ്ടാൽ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഫുള്ള് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് കളിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫുഡ് കഴിക്കാൻ തുടങ്ങി. ഞാൻ ഉച്ചക്ക് ഒന്നും കഴിച്ചിട്ടില്ല, പട്ടിണിയായിട്ട് പോകുന്നത്. ഞാൻ 12 മണിക്കാണ് ചായ കുടിച്ചത്. എന്നിട്ട് എനിക്ക് വിശന്നപ്പോൾ ഞങ്ങൾ നേരെ പോയിട്ട് ബ്രോസ്റ്റ് തിന്നിട്ടാ. അതൊക്കെ കഴിഞ്ഞിട്ട് അവിടെ കുറച്ച് വായ നോക്കി നിന്നിട്ട് ഞങ്ങൾ അപ്പോൾ പിന്നെ ഏകദേശം അവിടെ മൊത്തം കറങ്ങി കഴിഞ്ഞു ഞങ്ങൾ. പിന്നെ നേരെ പിന്നെ സൈക്കിൾക്കാരനെ അവിടെ വിട്ട്. അവിടെ പിന്നെ ആ സൈക്കിളൊക്കെ ആയിരുന്നു. അതിന് വണ്ടിക്ക് കയറ്റി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ കസിന് വീഡിയോ കോൾ ചെയ്തിട്ടോ. ഓളാണെങ്കിൽ മംഗലാപുരത്ത് നഴ്സിങ്ങിന് പഠിക്കുക. ഇപ്പോൾ വീടിട്ട അപ്പം പറയും ഇൻഫ്ലുവൻസർ ആണെങ്കിലോ ബ്ലോഗറാണ് വേണ്ടത്, ഫുള്ള് കളിയാക്കലാണ്. അങ്ങനെ ഇപ്പം എനിക്ക് എന്താ ഹോട്ട് വീൽസും ഞാനൊക്കെ നോക്കണമെന്ന് അങ്ങനെയൊക്കെ അത് കഴിഞ്ഞു. നേരെ വീട്ടിൽ കൂട്ടിട്ടോ. അപ്പം പിന്നെ മേമയുടെ മക്കൾക്കൊന്നും എന്നാ വേണമെന്ന് അറിയില്ല. അങ്ങനെ ഓൾക്ക് സർപ്രൈസ് കൊടുത്തപ്പോൾ നിങ്ങൾ കാണും. അപ്പത്തുള്ളൂ. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.